മത്തായി സുവിശേഷം 24 അധ്യായം 8 എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഈ വാക്യത്തിന്റെ ചില വിശദീകരണങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. ഈ വീഡിയോ കാണുന്ന ഏവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ IAGM എക്കോവിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ വരവിനെ കുറിച്ചുള്ള വിഷയങ്ങളെ അനവധി വീഡിയോകൾ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോകളെല്ലാം IAGM എക്കോ എന്ന പ്ലേലിസ്റ്റ് നിങ്ങൾ കാണാവുന്നതാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്ത് വലിയ മലയിൽ കർത്താവ് ഇരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ അവരുടെ അടുക്കൽ വന്ന് അത് എപ്പോൾ സംഭവിക്കും എന്ന്, നിന്റെ വരവിനും ലോക അവസാനത്തിനും അടയാളം എന്ത് എന്നും പറഞ്ഞു തരേണം എന്ന് അപേക്ഷിച്ച് കർത്താവിന്റെ വരവിന് മുമ്പ് നടക്കുന്ന സംഭവങ്ങളെ അടയാളങ്ങളായി കർത്താവ് മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുകയാണ്. മത്തായി 24 പ്രതിപാദിച്ചിരിക്കുന്ന അടയാളങ്ങളിൽ ഒരു കാര്യം 8 വാക്യത്തിൽ കർത്താവ് എടുത്തു പറയുകയാണ്. എങ്കിലും ഇതൊക്കെയും ഈറ്റുനോവിന്റെ ആരംഭമത്രേ. ഈ ഈറ്റുനോവിന്റെ ആരംഭമത്രേ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പദപ്രയോഗത്തെയും ആ 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ചും വേദപണ്ഡിതന്മാരുടെ ഇടയിലും മറ്റും ഇത് കേൾക്കുന്നവർക്കും വായിക്കുന്നവരുടെ ഇടയിലും ഭിന്ന അഭിപ്രായങ്ങൾ, വ്യത്യസ്ത രീതിയിലുള്ള ഉപദേശങ്ങൾ ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ചിലർ പറയുന്നത് ഈ മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് സഭയോടുള്ള ബന്ധത്തിലല്ല, പ്രത്യുത യഹൂദന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സഭ മഹോപദ്രവത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി, ഉപദേശത്തെ സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ അവർ മത്തായി സുവിശേഷം 24 അധ്യായം സഭയോടുള്ള ബന്ധത്തിലല്ല യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. വ്യാഖ്യാനിക്കുന്ന രീതി ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന വരവനോടുള്ള അടയാളങ്ങൾ സഭയോടുള്ള ബന്ധത്തിലല്ല, യഹൂദന്മാരുള്ള ബന്ധത്തിൽ ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ പ്രത്യേകമായി മത്തായി 24:8 പറഞ്ഞിരിക്കുന്ന ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നതും സഭയോടുള്ള ബന്ധത്തിലല്ല, യഹൂദന്മാരോടുള്ള അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നത്. ഒന്ന്, മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവ വികാസങ്ങൾ എല്ലാം യഹൂദന്മാരുള്ള ബന്ധത്തിൽ അപ്പോസ്തലന്മാരോടുകൂടെ മാത്രം അത് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ മത്തായി സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ 11 ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവരോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു. ചിലരോ സംശയിച്ചു. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യന്മാരാക്കി കൊള്ളുവിൻ. ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നരുളിച്ചു. മത്തായി സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ അപ്പോസ്തലന്മാരോടുകൂടെ പറഞ്ഞത് ആണെങ്കിൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ മാത്രമാണത് പറഞ്ഞിരിക്കുന്നു എങ്കിൽ
ഈ മത്തായി സുവിശേഷം 28 അധ്യായം 16 മുതൽ 20 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സകല ജാതികളോടും സുവിശേഷം അറിയിപ്പാൻ അപ്പോസ്തലന്മാരോടുകൂടെ മാത്രമാണ് പറഞ്ഞത്. വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അപ്പോസ്തലന്മാരോടുകൂടെ മാത്രം സുവിശേഷം പറയുവാൻ യേശു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എങ്ങനെ നമുക്ക് സുവിശേഷം അറിയിക്കാനുള്ള അധികാരമുള്ളത്? നമ്മോട് സുവിശേഷം അറിയിപ്പാൻ യേശു പറഞ്ഞുവോ? പറഞ്ഞില്ലല്ലോ. അപ്പോസ്തലന്മാരോട് മാത്രമില്ലേ ആ ദൗത്യം അവർ നിറവേറിയ ചെയ്തോ? നമുക്ക് ചിന്തിക്കാം. അപ്പോസ്തലന്മാർ ലോകം മുഴുവനും ചെന്ന് സുവിശേഷം അറിയിക്കുകയും മാത്രമല്ല അവർ രക്തസാക്ഷികളായി മരിക്കുകയും ചെയ്തു. ഒന്നൊന്നാ ഞാൻ പറയാം. അന്ത്രയാസ് എന്ന് പറയുന്ന അപ്പോസ്തലൻ ഗ്രീസിൽ ചെന്ന് സുവിശേഷം അറിയിച്ച് അവിടെ അവൻ ക്രൂശിക്കപ്പെട്ടാണ് രക്തസാക്ഷിയായി മരിച്ചത്. ബർത്തലമേയു എന്ന് പറയുന്ന അപ്പോസ്തലൻ അർമേനിയ എന്ന് പറയുന്ന ദേശത്തിൽ ചെന്ന് അവിടെ ഉപദ്രവിക്കപ്പെടുകയും സുവിശേഷത്തിന് നിമിത്തം ശിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷ്യം മരിക്കുകയും ചെയ്തു. അൽഫയുടെ പുത്രനായ യാക്കോബ് പേർഷ്യയിൽ ചെന്ന് സുവിശേഷം അറിയിക്കുകയും അവിടെ കല്ലെറിയുണ്ട് അദ്ദേഹം മരിപ്പാനിടയായി തീർന്നു. സെബദി പുത്രനായ യാക്കോബ് റോമിലേക്ക് ചെന്ന് അവൻ സുവിശേഷം അറിയിക്കുകയും അവിടെ തല ചിരച്ഛേദം ചെയ്യപ്പെട്ട് രക്തസാക്ഷ്യം മരിക്കുകയും ചെയ്തു. സ്കാര്യോത്തല്ലാതെ ഉള്ള യൂദ അദ്ദേഹം ടർക്കിയിൽ ചെന്ന് ക്രൂശിക്കപ്പെട്ടാണ് അദ്ദേഹം രക്തസാക്ഷിയായത്. അപ്പോസ്തലനായ മത്തായി എത്യോപ്യയിൽ ചെന്ന് അവിടെ സുവിശേഷം അറിയിക്കുകയും കുന്തം കൊണ്ട് കുത്തപ്പെട്ട് അവൻ രക്തസാക്ഷിയായി മരിച്ചു. പത്രോസ് അപ്പോസ്തലൻ നമുക്കെല്ലാവർക്കും അറിയാം, റോമിൽ ചെന്ന് സുവിശേഷത്തിന് നിമിത്തം ക്രൂശിക്കപ്പെട്ടാണ് മരിച്ചത്. അപ്പോസ്തലനായ ഫിലിപ്പോസ് അദ്ദേഹം ടർക്കിയിൽ ചെന്ന് സുവിശേഷത്തിന് നിമിത്തം ഉപദ്രവിക്കപ്പെട്ട് അദ്ദേഹം രക്തസാക്ഷിയായി മരിച്ചു. ശീമോൻ അദ്ദേഹം ബ്രിട്ടനിൽ ചെന്ന് സുവിശേഷത്തിന് നിമിത്തം ക്രൂശിക്കപ്പെട്ടാണ് മരിച്ചത്. അപ്പോസ്തലനായ തോമസ് നമ്മുടെ ഇന്ത്യയിൽ വന്ന് സുവിശേഷ നിമിത്തം കുന്തം കൊണ്ട് കുത്തപ്പെട്ടാണ് രക്തസാക്ഷിയായി മരിച്ചത്. അപ്പോസ്തലനായ യോഹന്നാൻ മാത്രം രക്തസാക്ഷിയായി മരിച്ചില്ല. അദ്ദേഹം സുവിശേഷം നിറപടിയായി നിവർത്തിച്ചു. 12 അപ്പോസ്തലന്മാരെ കർത്താവ് തെരഞ്ഞെടുത്ത് സുവിശേഷീകരണത്തിനു വേണ്ടിയുള്ള മിഷൻ പ്രവർത്തനത്തിനു വേണ്ടിയുള്ള പരിശീലനം കർത്താവ് കൊടുത്ത് ശുശ്രൂഷയുടെ അവസാന സമയത്ത് ആ 12 ശിഷ്യന്മാരോടുകൂടെ മാത്രമാണ് പറയുന്നത്, നിങ്ങൾ ലോകം മുഴുവനും ചെന്ന് സുവിശേഷം അറിയിക്കണമെന്ന്. ഏകദേശം എല്ലാ അപ്പോസ്തലന്മാരും ആ കർത്തവ്യം കൃത്യമായി അവർ നിർവഹിക്കുകയും ചെയ്തു. അപ്പൊ മത്തായി സുവിശേഷം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, അടയാളങ്ങൾ അപ്പോസ്തലന്മാരോടുകൂടെ മാത്രം പറഞ്ഞുവെങ്കിൽ സുവിശേഷം അറിയിപ്പാനും അപ്പോസ്തലന്മാരോട് മാത്രമാണ് പറഞ്ഞത്, നിങ്ങളോട് എന്നോട് പറഞ്ഞിട്ടില്ല. അങ്ങനെ നമുക്കെങ്ങനെ ഈ സുവിശേഷം അറിയിപ്പാനുള്ള അധികാരം ഉണ്ടാകുന്നത്? ഉത്തരം തരൂ. 2, അതേ വാക്യത്തിൽ യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനുള്ള അധികാരവും അപ്പോസ്തലന്മാർക്കാണ് കർത്താവ് കൊടുത്തത്, നിങ്ങൾക്ക് എനിക്കും തന്നിട്ടില്ല. അവരോടാണ് പറഞ്ഞത് സ്നാനപ്പെടുത്തുവാൻ. ഉത്തരം തരും. 3, അവർ ഉപദേശത്ത് നിലനിൽപ്പാൻ വേണ്ടി ഉപദേശിക്കുവാൻ ഈ അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത്, നമ്മോട് പറഞ്ഞു. ചിന്തിക്കുക. ഇനി മർക്കോസ് സുവിശേഷം 16 അധ്യായം 15 മുതൽ 18 വരയ്ക്കുള്ള വാക്യങ്ങളിൽ സുവിശേഷം അറിയിപ്പാനും വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുവാനും അത്ഭുത അടയാളങ്ങളെ നടത്തുവാൻ വേണ്ടി അപ്പോസ്തലന്മാരോടുകൂടെയാണ് പറഞ്ഞത്. എന്നാൽ അതിൽ ന്യായമായി അതിലൊരു പദം ഇങ്ങനെ ഉണ്ട്, വിശ്വസിക്കുന്നവരാൽ നടക്കുന്ന അത്ഭുതങ്ങൾ. ഒരുപക്ഷേ എങ്കിൽ അത് എല്ലാവരോടും പൊതുവിൽ പറഞ്ഞു എന്ന് എടുത്താൽ പോലും പറഞ്ഞത് അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത് അത്ഭുതം നടത്താൻ.
നമ്മോട് പറഞ്ഞിട്ടില്ല. മൂന്നാമത്തേത് ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 48-49 വാക്യങ്ങളിൽ ജാതികളുടെ ഇടയിൽ സാക്ഷ്യം വഹിപ്പാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനു വേണ്ടി കാത്തിരിപ്പാനും പറഞ്ഞത് അപ്പോസ്തലന്മാരോട് കൂടെയാണ്, നമ്മോട് പറഞ്ഞിട്ടില്ല. ഉത്തരം തരും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ യേശു ശിഷ്യന്മാരോട് കൂടെയാണ് പറഞ്ഞത്, ഞാൻ ഒരു സ്ഥലത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുവാൻ പോകുന്നു. സഭയ്ക്ക് വേണ്ടിയെന്ന് അവിടെ പറഞ്ഞിട്ടില്ല. സ്ഥലം ഒരുക്കിയാൽ പിന്നെയും വന്ന് ഞാൻ നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്നാണ്, സഭയെ ചേർത്തുകൊള്ളുമെന്നല്ല. അപ്പൊ അപ്പോസ്തലന്മാരോടുകൂടെ പറഞ്ഞത് എങ്ങനെ നമുക്ക് വേണ്ടി എന്ന് എടുക്കാൻ കഴിയും? യോഹന്നാൻ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ കുഞ്ഞാടുകളെ മേയ്പ്പാനും ആടുകളെ മേയ്പ്പാനുമുള്ള അധികാരം പത്രോസിനാണ് കർത്താവ് കൊടുത്തത്. ആടുകളെ മേയ്ക്കാനും കുഞ്ഞാടുകളെ മേയ്ക്കാനും അപ്പോസ്തലന് വരം കൊടുത്തിരിക്കുമ്പോൾ, അധികാരം കൊടുത്തിരിക്കുമ്പോൾ, ആ ശുശ്രൂഷ എങ്ങനെ നിങ്ങൾക്ക് എനിക്കും ചെയ്യാൻ കഴിയുക? യേശുക്രിസ്തുവിന്റെ 2-ാം വരവിന് സഭ മഹോത്സവകാലത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി ദൈവദാസന്മാർ ദൈവവചനത്തിന് വിരുദ്ധമായി തങ്ങൾക്ക് ബോധിച്ചതുപോലെ വചനങ്ങളെ കോട്ടിമറിച്ച് ഉപദേശത്തെ ഇല്ലാതാക്കി സത്യത്തിന് എതിരായി, സത്യത്തിന് ശത്രുക്കളായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഇന്ന് സഭ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ആത്മീയ ഗോളം ഒന്ന് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, ദൈവദാസന്മാർ ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ഇങ്ങനെ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വരവിനോട് ബന്ധപ്പെട്ട സംഭവങ്ങൾ അത് യഹൂദ ജനതയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, അത് സഭയോടുള്ള ബന്ധത്തിൽ അല്ല എന്ന് മണ്ടത്തനം വിളിച്ചു പറയുന്ന ആരായിരുന്നാലും, ഉപദേശിക്കുന്ന ആരായിരുന്നാലും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം തരയണം. ഈ സുവിശേഷം അറിയിപ്പാൻ അപ്പോസ്തലന്മാരാണ് വിളിച്ചത്, നിങ്ങളെ എന്നെ വിളിച്ചിട്ടില്ല. സ്നാനപ്പെടുത്തുവാൻ അപ്പോസ്തലന്മാരോടാണ് കൽപ്പിച്ചത്. യേശുവിന്റെ കാലത്ത് അപ്പോസ്തലന്മാർ സ്നാനം കൊടുത്തിട്ടുമുണ്ട്. ജനത്തെ ഉപദേശിപ്പാൻ അപ്പോസ്തലന്മാരോടാണ് കർത്താവ് കൽപ്പിച്ചത്. ഒരു സ്ഥലത്തെ ഒരുക്കുവാൻ പോകുന്നു എന്ന് അപ്പോസ്തലന്മാരോട് പറഞ്ഞത്. നിങ്ങളെ എന്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അപ്പോസ്തലന്മാരോടാണ് പറഞ്ഞത്. ആടുകളെയും കുഞ്ഞാടുകളെയും മേയ്ക്കാനുള്ള അധികാരം അപ്പോസ്തലൻ പത്രോസിനാണ് കൊടുത്തത്. ഇത് നമുക്കൊന്നും തന്നിട്ടില്ല. അപ്പൊ മനസ്സിലാകുന്നുണ്ടോ? മത്തായി 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലന്മാരോടുകൂടെ മാത്രമാണെങ്കിൽ ഈ വക കാര്യങ്ങൾ ഒന്നും ചെയ്യുവാൻ നമുക്ക് അധികാരമില്ല. സമ്മതിക്കാൻ പറ്റുമോ? സമ്മതിക്കാൻ കഴിയുമെങ്കിൽ ആ മത്തായി 24-ാം അധ്യായം യഹൂദന്മാരുള്ള ബന്ധത്തിൽ അത് അവരോട് പറഞ്ഞതാണ്, അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്, നമ്മോട് പറഞ്ഞതല്ല എന്ന് ഉരുണ്ട് കളിച്ച് വചനത്തെ കോട്ടിമറിച്ച് സഭയെ മുട്ടിക്കാൻ നിങ്ങൾ തയ്യാറാകുക. ഇനി എന്റെ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. മത്തായി സുവിശേഷം 24-ാം അധ്യായം 8-ാം വാക്യത്തിൽ യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു അടയാളം, ഇവ ഒക്കെയും ഈറ്റുനോവിന്റെ ആരംഭം. ഈ ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാക്യത്തെ അതിന്റെ ഗ്രീക്ക് ഭാഷയിൽ പാൻഡ ഡേ ടോട്ട അർഗെ ഓഡിനോൻ, ഓഡിനോൻ എന്നുള്ള പദമാണ് ഈറ്റുനോവ് എന്ന മലയാള വാക്കിന് ഉള്ള ഗ്രീക്ക് പദമായിരിക്കുന്നത്. അപ്പോൾ ഈ ഈറ്റുനോവിന്റെ ആരംഭം എന്നുള്ള പദപ്രയോഗത്തെ ഈ സഭയോടുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്, അത് യഹൂദന്മാരോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നു എന്ന് അവർ സമർത്ഥിക്കുവാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ചില വേദഭാഗങ്ങൾ പഴയ നിയമത്തിൽ നിന്നെടുത്ത് അവർ ഉദ്ധരിക്കുന്നു. യെരമ്യാവിന്റെ പ്രവചനം 4-ാം അധ്യായം 31-ാം വാക്യത്തിൽ ഈറ്റുനോവ് കിട്ടിയവളുടെ ഒച്ച പോലെയും കടിഞ്ഞൂൽ കുട്ടിയെ പ്രസവിക്കുന്നവളുടെ ഞരക്കം പോലെയും ഒരു ശബ്ദം ഞാൻ കേട്ടു. നെടുവീർപ്പിട്ടും
കൈമലർത്തിയും കൊണ്ട് അയ്യോ കഷ്ടം, എന്റെ പ്രാണൻ കൊലപാതകന്മാരുടെ മുമ്പിൽ ക്ഷയിച്ചു പോകുന്നു എന്ന് പറയുന്ന സിയോൻ പുത്രിയുടെ ശബ്ദം തന്നെ. പഴയ നിയമത്തിൽ സിയോൻ പുത്രി എന്ന് പറയുന്നത് ഇസ്രായേൽ സഭയെക്കുറിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ ഈ ഈറ്റുനോവിന്റെ ആരംഭം എന്ന് യേശു വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, സഭയോടല്ല എന്ന് സമർത്ഥിക്കുവാൻ അവർ എടുത്തു ഉദ്ധരിക്കുന്ന ചില വേദഭാഗങ്ങളിൽ കൂടെ ഞാൻ എടുത്തു പറയാം. യെരമ്യാവ് 4:31, യെരമ്യാവ് 6 22 മുതൽ 24 വരെ, യെരമ്യാവ് 13 21, 22 വാക്യങ്ങൾ, യെരമ്യാവ് 30 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ, യെരമ്യാവ് 49 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ, യെരമ്യാവ് 22 23, 24 വാക്യങ്ങൾ, യെരമ്യാവ് 50 43, 44 വാക്യങ്ങൾ. ഈ എല്ലാ വാക്യങ്ങളും ഈറ്റുനോവ്, പ്രസവവേദന എന്നുള്ള പദപ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്. അതുകൊണ്ട് മത്തായി സുവിശേഷം 24 8 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വരവിനോട് അനുബന്ധിച്ചുള്ള അടയാളങ്ങൾ, ഈ ഈറ്റുനോവിന്റെ ആരംഭമെന്ന് പറയുന്നത് അത് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലാണ് യേശു പറഞ്ഞത്, സഭയോടുള്ള ബന്ധത്തിൽ അല്ല. അതുകൊണ്ട് സഭ മഹോത്തരകാലത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് അവരങ്ങനെ എടുത്തു പറയുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പുതിയ നിയമത്തിലും ഇതേ പദപ്രയോഗങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അത് ആരോടുള്ള ബന്ധത്തിൽ എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നിന്റെ തെളിവുകൾ ഞാൻ അതിന് തരാം. ഒന്ന്, യോഹന്നാൻ സുവിശേഷം 16 21, 22 വാക്യങ്ങൾ. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷമോ ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പറന്നിരിക്കുന്ന സന്തോഷം നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. ഇത് യേശുക്രിസ്തു യഹൂദന്മാരോടുള്ള ബന്ധത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ഇത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടുകൂടെ പറഞ്ഞതാണ്. ഇനി രണ്ടാമത്തെ കാര്യം, റോമാലേഖനം 8 22 വാക്യത്തിൽ സർവസൃഷ്ടിയും എന്നുവരെ ഒരുപോലെ ഞരങ്ങി ഈറ്റുനോവോടിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ഇത് അപ്പോസ്തലനായ പൗലോസ് ഈറ്റുനോവ് എന്നുള്ള പദപ്രയോഗം അവിടെ ഉപയോഗിക്കുമ്പോൾ അത് സർവസൃഷ്ടിയും ഈറ്റുനോവോടിരിക്കുന്നെന്നാണ്. അത് ഇസ്രായേൽ ജനതയോടുള്ള ബന്ധത്തിലല്ല, ഈ പ്രകൃതിയോടുള്ള ബന്ധത്തിൽ അവിടെ പൗലോസ് എടുത്തു പറയുകയാണ്. ഇനി മൂന്നാമത്തേത്, ഗലാത്യ ലേഖനം 4 27 വാക്യത്തിൽ പ്രസവിക്കാത്ത മച്ചിയെ ആനന്ദിക്ക, നോവ് കിട്ടാത്തവളെ പൊട്ടിയാർക്കുക, ഏകാകിയുടെ മക്കൾ ഭർത്താവുള്ളവളുടെ മക്കളെക്കാൾ അധികം. ഈ വേദഭാഗം പഴയ നിയമത്തിൽ നിന്ന് പൗലോസ് എടുത്തു ഉദ്ധരിച്ച് ഗലാത്യ സഭയോടുള്ള ബന്ധത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ല യഹൂദന്മാരുടെ ബന്ധത്തിലല്ല. അതേ ഗലാത്യ ലേഖനം 4 19 വാക്യത്തിൽ പൗലോസ് തന്നോടുള്ള ബന്ധത്തിൽ താൻ പറയുകയാണ്. വായിച്ചു കേൾപ്പിക്കാം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദന പടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. അത് തമിഴിൽ അല്പ വ്യത്യാസത്തോടുകൂടെ പറയുകയാണ്. ക്രിസ്തു ഉങ്ങളിൽ ഉരുവാകും വരയ്ക്കും നാം മറുപടിയും കർപ്പവേദനപ്പെടുகிறேൻ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു നിങ്ങൾ ഉരുവാകുന്നത് വരയ്ക്കും
ഞാൻ പ്രസവവേദനപ്പെടുന്നു എന്നാണ് പൗലൂസ് പറയുന്നത്. അപ്പോ ഇവിടെ ഈറ്റുനോവ് അല്ലെങ്കിൽ പ്രസവവേദന എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിലല്ല, പൗലൂസ് ആത്മീയ ജീവിതത്തോടുള്ള ബന്ധത്തിലാണ് അദ്ദേഹം എടുത്ത് പറയുന്നത്. ക്രിസ്തു നിങ്ങൾ ഉരുവാകുവോളം ഞാൻ പ്രസവവേദനപ്പെടുന്നു എന്ന് അവിടെ ഈറ്റുനോവിനെ കുറിച്ച് പറയുന്നു. ഇനി 1 തെസ്സലോനിക്കർ 5-3 അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ഇവിടെ അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചാണ് പൗലൂസ് പറയുന്നത്. അവർ സമാധാനവും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കുമെന്ന് പറയുന്നത്. ഇത് അന്ത്യകാലത്ത് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ചുള്ള വിഷയത്തിലാണ് ഈറ്റുനോവ് അല്ലെങ്കിൽ പ്രസവവേദന എന്ന് പറയുന്നത്. മത്തായി സുവിശേഷം 24-8 പറയുന്ന ഈറ്റുനോവ് എന്നുള്ള പദപ്രയോഗങ്ങൾ ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നു, അത് സഭയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നില്ല എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടെങ്കിൽ ഈ ഞാൻ തെളിയിച്ച ഈ 5 വാക്യങ്ങൾ പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്. യേശു പറഞ്ഞു, പ്രകൃതിയുള്ള ബന്ധത്തിൽ പൗലൂസ് പറയുന്നു, ഗലാത്യ വിശ്വാസികളുള്ള ബന്ധത്തിൽ പൗലൂസ് 2 വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്തിൽ നടക്കുന്ന സംഭവങ്ങളുള്ള ബന്ധത്തിൽ പൗലൂസ് 1 തെസ്സലോനിക്കയിൽ പറയുന്നു. ഈ രണ്ടും ഒന്നിനൊന്ന് യോജിക്കുന്നില്ലല്ലോ. അങ്ങനെയെങ്കിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ദൈവദാസന്മാരെ ദൈവവചനത്തെ വല്ലാതെ കുഴച്ചു കോട്ടി മറിച്ച് സഭയാകമാനം മുടിച്ചുകൊണ്ടിരിക്കുകയാണ്. സത്യ ഉപദേശത്തിന് വിരോധികളായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. വളരെ വിനയത്തോടെ നിങ്ങളോട് അപേക്ഷിക്കുന്നു, സത്യവചനത്തെ മറിച്ചു കളയരുത്, ഉപദേശങ്ങളെ കോട്ടി മറിക്കരുത്. യേശുക്രിസ്തുവിന്റെ വരവിൽ 2 വരവുണ്ട്. സഭ മഹോത്തരത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി എന്തൊക്കെയോ വചനങ്ങളിൽ നിന്ന് പറഞ്ഞ് കോട്ടി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അബദ്ധമാണ്, ഇത് പാപമാണ്, ഇത് അനീതിയാണ്, ദൈവവചനത്തിന് വിരോധമാണ് എന്നുള്ള സത്യത്തെ ദൈവദാസന്മാർ, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഗ്രഹിച്ചാൽ കൊള്ളായിരുന്നു. ഈ മത്തായി സുവിശേഷം 24 ലോകാവസാനത്തിനും കർത്താവിന്റെ വരവിനും മുൻപ് നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് കർത്താവ് പറയുന്നതായ വിഷയത്തിൽ ഈ അധ്യായത്തിൽ 3 തലത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങളെ അടയാളമായി പറഞ്ഞിരിക്കുകയാണ്. അത് മനസ്സിലാക്കണം നമ്മൾ. 1, മത്തായി സുവിശേഷം 24 4 മുതൽ 14 വരെയുള്ള വാക്യങ്ങളും 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിൽ കർത്താവിന് വരവിന് മുൻപ് എന്തൊക്കെ സംഭവിക്കും അതിന്റെ അടയാളം പറഞ്ഞിരിക്കുക. ഇനി രണ്ടാമത്തത് മത്തായി 24 15 മുതൽ 20 വരേക്കുമുള്ള വാക്യങ്ങളിൽ 22 വാക്യം 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന അടയാളങ്ങളെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുക. ഇനി ഇതേ മത്തായി 24 11 വാക്യം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളെല്ലാം സഭയോടുള്ള ബന്ധത്തിൽ നടക്കുന്ന അടയാളങ്ങളെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ മത്തായി 24 ലോകത്ത് നടക്കുന്ന സംഭവത്തിന്റെ അടയാളം, യഹൂദന്മാരുള്ള ബന്ധത്തിൽ നടക്കുന്ന അടയാളം, സഭയോടുള്ള നടക്കുന്ന അടയാളം, ഈ അടയാളങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവസാനമാണ് കർത്താവ് തന്റെ വരവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഈ കാര്യത്തെ വേദപണ്ഡിതന്മാർ ദൈവം വെളിപ്പെടുത്തിയെന്നോ ആത്മാവ് വെളിപ്പെടുത്തിയെന്നോ ആത്മാവിൽ പ്രകാശം ലഭിച്ചു എന്നോ പറഞ്ഞ് തിരുവചനത്തിലില്ലാത്ത ഉപദേശങ്ങളെ, സത്യങ്ങളെ
അവരുടെ ലാഭത്തിനു വേണ്ടി, അവരുടെ ഉപദേശത്തിനെ സ്ഥാപിക്കുവാൻ വേണ്ടി കോട്ടിമറിക്കുന്ന എത്ര ദുർഫലം, എത്ര വേദനാജനകമായ അവസ്ഥയാണ്. പ്രിയമുള്ളവരെ, ഉപദ്രവം എന്നുള്ളതും മഹോപദ്രവം എന്നുള്ളതും രണ്ടാ. അതെല്ലാവർക്കും അറിയാം, വിസ്തരിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഈ ഉപദ്രവം എന്ന് പറയുന്നത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലാകട്ടെ ഇന്നു വരയ്ക്കും പൊതുവിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ, ഉപദ്രവങ്ങൾ എന്ന് നമുക്ക് തിരുവചനത്തിൽ ഉടനീളം കാണാൻ കഴിയും. പഴയ നിയമത്തിലും ഇസ്രായേൽ സഭ വളരെ പീഡനങ്ങളിലൂടെയൊക്കെ കടന്നുപോയിട്ടുണ്ട്. അതിന്റെ കാരണം അവർ സത്യ യഹോവയാം ദൈവത്തെ വിട്ട് വിഗ്രഹാരാധികളായി അവർ മാറിയപ്പോൾ, ദൈവത്തെ വിട്ടുകളഞ്ഞപ്പോൾ ദൈവം അവരെ ഉപദ്രവങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്ന് നമുക്ക് പഴയ നിയമത്തിൽ വ്യക്തമായി കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ 1-ാം നൂറ്റാണ്ട് മുതൽ, സ്തേഫാനോസിന്റെ 1-ാം രക്തസാക്ഷിത്വം മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരേക്കും സഭ ഉപദ്രവത്തിലൂടെയാണ് ദൈവം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ്, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടത ഉണ്ട്, ഉപദ്രവമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവേൻ എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ സഭ അല്ലെങ്കിൽ ദൈവമക്കൾ അനവധി ഉപദ്രവങ്ങളിലൂടെയാണ് ദൈവരാജ്യത്തിൽ കടക്കേണ്ടത് എന്ന് അപ്പോസ്തലൻ പൗലൂസും അവിടെ പറയുന്നുണ്ട്. 1-ാം നൂറ്റാണ്ട് മുതൽ ഈ 21-ാം നൂറ്റാണ്ട് വരയ്ക്കും സഭ ഇന്നും വളരെ പീഡനങ്ങളിലൂടെ, ഉപദ്രവങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇത് മഹോദ്രവമല്ല, ഇതെല്ലാവർക്കും അറിയാം. എന്നാൽ മഹോദ്രവം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ അത് 7 വർഷമാണ് എന്ന് പ്രവചന ഭാഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മഹോദ്രവകാലം 7 വർഷം എന്ന് പരസ്യമായി അവിടെ പറഞ്ഞിട്ടില്ല. ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന 70 ആഴ്ചവട്ടത്തോടുള്ള ബന്ധത്തിൽ ഒരാഴ്ചവട്ടം ശേഷിക്കുന്നു. ആ ഒരാഴ്ചവട്ടം എന്ന് പ്രവചനാർത്ഥത്തിൽ അത് 7 വർഷമെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ എതിർ ക്രിസ്തുവിന്റെ 7 വർഷ മഹോദ്രവകാലം അതിനെയും രണ്ടായി തിരിച്ച് ഉപദ്രവകാലമെന്നും മഹോദ്രവകാലമെന്നും രണ്ടായി, 3.5 എന്ന് തിരിച്ചിരിക്കും. അപ്പൊ ഈ മഹോദ്രവകാലത്തിൽ സഭ കടന്നു പോകുകയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടിയാണ് ഈ മത്തായി 24-ാം അധ്യായത്തെ അവർ അത് യഹൂദന്മാരോട് പറഞ്ഞതാണ്, അപ്പോസ്തലന്മാരോട് പറഞ്ഞതാണ്, അത് ഇസ്രായേൽ ജനതയുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്, അത് സഭയോട് പറഞ്ഞതല്ല എന്നൊക്കെയും പറഞ്ഞ് സഭയെ ആകമാനം മുടിച്ച് ഉപദേശത്തെ തെറ്റിദ്ധരിപ്പിച്ച് ഉപദേശത്തിന് വിരോധമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഈ ഉപദ്രവം കഴിഞ്ഞതിന് ശേഷമാണ് യേശു വരുന്നു എന്നാണ് യേശു പറഞ്ഞത്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 29-ാം വാക്യത്തിൽ ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ എന്ന് പറഞ്ഞിട്ട് താഴെ പറയുകയാണ്, പിന്നീടാണ് കർത്താവ് തേജസ്സിൽ വെളിപ്പെടുന്നു, തന്റെ പ്രത്യക്ഷ വെളിപ്പെടുന്നു, തന്റെ ദൂതന്മാരുമായി കർത്താവ് വരുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത് ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ. അപ്പൊ ഈ കഷ്ടത്തെക്കുറിച്ച്, മഹോപദ്രവത്തെക്കുറിച്ച് ദാനിയേൽ 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ അത് പറഞ്ഞിരിക്കുക. ആ കാലത്ത് നിന്റെ സ്വജാതിക്കാർക്ക് തുണ നിൽക്കുന്ന മഹാപ്രഭുവായ മിഖായേൽ എഴുന്നേൽക്കും. ഒരു ജാതി ഉണ്ടായത് മുതൽ ഈ കാലം വരയ്ക്കും സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും. അപ്പൊ ഈ പദത്തെയാണ് മത്തായി സുവിശേഷം 24-ാം അധ്യായം 22 മുതൽ 23 വരയ്ക്കുമുള്ള വാക്യങ്ങളിൽ ലോക ആരംഭം മുതൽ ഇന്നുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്ന് ഉണ്ടാകും.
അപ്പോൾ ദാനിയേൽ 12:1-2 മത്തായി 24:21-22 പറഞ്ഞിരിക്കുന്ന ആ മഹോത്തരകാലം കഴിഞ്ഞ ശേഷം 29-ാം വാക്യം മത്തായി 24:29 ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞ ഉടനെ താഴോട്ട് വായിക്കുമ്പോൾ കർത്താവിന്റെ വരവ് സംഭവിക്കും. എത്ര വ്യക്തമായി അത് പറഞ്ഞിരിക്കുകയാണ്. ഇനി വേറൊരു ഉപദേശം ഇപ്പോൾ പുതിയതായി മുളച്ചു വന്നിരിക്കുകയാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. ആ 1-ാമത്തെ വാക്യത്തെ എടുത്തു വെച്ചിട്ട് അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്. എനിക്ക് വെളിപ്പെടുത്തി തന്ന അല്ലെങ്കിൽ പ്രകാശിപ്പിച്ച് തന്ന വാക്യമാണ്. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ 2 വരവിനെ കുറിച്ച് ആ ഒറ്റ വാക്യം തന്നെ പറഞ്ഞിരിക്കുന്നെന്നാണ്. ഞാൻ ആ വാക്യം വായിച്ചു കേൾപ്പിക്കാം. ഇനി സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഇനി അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച്. അപ്പൊ ഈ ഒറ്റ വാക്യത്തിൽ തന്നെ അവർ പറയുന്നത്, സഹോദരൻ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത, അത് മഹത്വ പ്രത്യക്ഷത എന്നും അവന്റെ അടുക്കലേക്കുള്ള നമ്മുടെ സമാഗമനവും സംബന്ധിച്ച് അത് രഹസ്യ വരവ് എന്നും. അവർക്ക് കിട്ടിയ ഭയങ്കര വെളിപ്പാടായത്, അവർക്ക് ഹൃദയത്തിൽ പ്രകാശിച്ച് കിട്ടിയ വ്യാഖ്യാനം. അപ്പൊ ആ ഒരു വാക്യത്തിൽ തന്നെ 2 വരവും സംഭവിക്കുന്നു. എന്തൊരു പോഷത്വം! ഇവർക്ക് ഏത് വെളിപ്പാട് കിട്ടുന്നുവോ, ആര് വെളിപ്പെടുത്തി കൊടുക്കുന്നുവോ എനിക്കറിയുന്നില്ല. പ്രിയമുള്ളവരെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗം ഗ്രീക്കിൽ പറഞ്ഞിരിക്കുന്ന പറൗസ്യ എന്നാണ്. പറൗസ്യ എന്ന വാക്കിന്റെ അർത്ഥം യേശുവിന്റെ 2-ാം വരവ്, പുനരാഗമനമെന്നാണ്. അതോട് ചേർത്ത് പറഞ്ഞിരിക്കുന്ന അവന്റെ അടുക്കലേക്ക് ഉള്ള നമ്മുടെ സമാഗമനം എന്ന് പറഞ്ഞിരിക്കുന്ന പദപ്രയോഗത്തിന് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന പദം പറൗസ്യ എന്നല്ല. അതിന് കൊടുത്തിരിക്കുന്ന പദം വേറെയാണ്. അതിന് കൊടുത്തിരിക്കുന്ന പദം കാർപ്പസോ എന്ന പദമാണ്. ഈ കാർപ്പസോ എന്നുള്ള പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്ന് പറയുന്നത് സഡൻലി ക്യാരിഡ് എവേ, പെട്ടെന്ന് എടുക്കപ്പെടുക എന്നുള്ള അർത്ഥമാണ്. ആ കാർപ്പസോ എന്നുള്ള പദത്തിന് വരവെന്നല്ല, പെട്ടെന്ന് എടുക്കപ്പെടുക എന്നാണ്. ഈ ദൈവദാസന് ഈ ഒറ്റ വാക്യത്തിൽ 2 വരവ് സംഭവിച്ചു എന്നുള്ള ഭയങ്കര വെളിപ്പാട് ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുക. ദൈവദാസന് ഈ 2 വരവ് ഉണ്ടെന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി എന്തു വായ്ത്തോന്നി വിളിച്ചു പറയുന്നത്? സത്യ ഉപദേശത്തിന്, പത്യ ഉപദേശത്തിന് നീ ശത്രുവായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ പറഞ്ഞ ദൈവദാസൻ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിക്കുക, ഞാൻ നിങ്ങളോട് മറുപടി ശാന്തമായി പറഞ്ഞു തരാം. അതുകൊണ്ട് 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 2 വരവല്ല, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൽ യേശു പറഞ്ഞിരിക്കുന്ന വാക്യവും ഇവിടെ പൗലൂസ് തെസ്സലോനിക്കർക്ക് 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞിരിക്കുന്നതിനും കൊടുത്തിരിക്കുന്ന ഗ്രീക്ക് പദം പറൗസ്യ എന്നാണ്. ആ പറൗസ്യ വരുമ്പോൾ സഭ ഇവിടുന്ന് ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്നു. കാർപ്പസോയാണ്, അത് സഡൻലി ക്യാരി അവേ എന്നാണ്. ഇത് രണ്ടും ഒരു സംഭവത്തെ ഒരേ സമയത്ത് നടക്കുന്ന 2 കാര്യമാണ്. എങ്ങനെ? യേശുവിന്റെ വരവു പറൗസ്യ, നാം അവങ്കിലേക്ക് എടുക്കപ്പെടുന്നത് കാർപ്പസോ. ഇത് രണ്ടും ചേർന്നാണ് യേശു ക്രിസ്തുവിന്റെ വരവ്. അല്ലാതെ 1-ാം വാക്യത്തിൽ തന്നെ 2 വരവിൽ എന്ന് പറയുന്ന ഉപദേശം, ഇതിന് ഞാൻ കൊടുക്കുന്ന പദം
ദുരുപദേശം എന്ന് മാത്രമല്ല, ഇത് പിശാചിന്റെ ഉപദേശമെന്നാണ്. പ്രിയ ദൈവമക്കളെ, രണ്ടുപേരെ കൊണ്ടൊന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി വചനങ്ങളെ കോട്ടി മറിക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയ ദേവദാസന്മാരെ, വിശ്വാസികളെ, ദൈവമക്കളെ, വളരെ വിനയത്തോട് നിങ്ങളോട് പങ്കുവയ്ക്കുന്നു. മത്തായി സുവിശേഷം 24-ാം അധ്യായം എന്ന് പറയുന്നത് ശിഷ്യന്മാരോടും യഹൂദന്മാരുള്ള ബന്ധത്തിൽ മാത്രമല്ല കർത്താവ് പറഞ്ഞത്. പ്രത്യുത പൊതുവിൽ ഇസ്രായേൽ ജനതയോടും അപ്പോസ്തലന്മാരോടും ലോകത്തോടും സഭയോടും ഉള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന അടയാളങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സഭ മഹോത്സവത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സമർത്ഥിക്കുവാനും രണ്ടു വരവുകൊണ്ടെന്ന് സമർത്ഥിക്കുവാനും വേണ്ടി തിരുവചനങ്ങളെ കോട്ടി മറിക്കരുത്. സത്യത്തിനും ദൈവത്തിനും ആത്മാവിനും വിരോധികളായി മാറരുതേ എന്ന് വിനയപൂർവം ഞാൻ അപേക്ഷിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മത്തായി 24-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈറ്റുനോവ്, ഈറ്റുനോവിന്റെ ആരംഭം എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുള്ള ബന്ധത്തോട് പറഞ്ഞിരിക്കുന്നതല്ല, പൊതുവിൽ ലോകത്തോടും സഭയോടും യഹൂദന്മാരോടും പൊതുവിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചവരും വ്യാഖ്യാനിച്ച് വീഡിയോ ഇട്ടവരും അങ്ങനെ വ്യാഖ്യാനിച്ച് പുസ്തകം എഴുതിയവരും അതെല്ലാം ചുരുട്ടിക്കെട്ടി ഇത് ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമാണെന്ന് പറഞ്ഞ് അതിനെ ഒന്ന് മടക്കി അവിടെ വെച്ചിട്ട് ശരിക്കും ഒന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ച് ആത്മാവിന്റെ വെളിപ്പാട് കിട്ടാൻ വേണ്ടി സത്യത്തിനെ തിരിച്ചറിയാനുള്ള ആത്മീയ കണ്ണുകൾ കർത്താവ് എനിക്ക് പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോട് സത്യത്തെ ഗ്രഹിച്ചുകൊണ്ട് ഈ നാളുകളിൽ സത്യോപദേശങ്ങളെ കർത്താവിനോട് വരവിനോടുള്ള ബന്ധത്തിൽ അവർക്ക് ഉപദേശിച്ച് ജനത്തെ, സഭയെ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കുവാൻ നമ്മെല്ലാവരും ബാധ്യസ്ഥരാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. കാലങ്ങൾ ഇനി ഏറെയില്ല. കർത്താവിന്റെ അവർ അടുത്തുകൊണ്ടിരിക്കുന്നു. ലോക സംഭവങ്ങളെല്ലാം വരവിനെ മുന്നേറിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് സഭയെ അപകടത്തിലേക്ക് തള്ളിവിടാതെ സത്യത്തിലേക്ക് നമുക്ക് അവരെ നയിക്കാം. നമുക്ക് എല്ലാവർക്കും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും നിങ്ങൾ എല്ലാവരുടെ മേലും ദൈവത്തിന്റെ കൃപ ധാരാളം ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ കുത്തുടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാരാനാഥ. May God bless you.